ശ്രീ അനൂപ് വിആർ, ഇതിപ്പോൾ നിങ്ങൾ പ്രതിപക്ഷം എന്ന് പറയുന്നവർ നാളെ ഇപ്പോൾ ഡൽഹിയിൽ റാലി നടത്താൻ പോവുകയാണ്. ലോക് തന്ത്ര ബച്ചാവോ റാലി. CPM ഉണ്ട്, ആം ആദ്മി പാർട്ടി ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്. നിങ്ങൾ ഡൽഹിയിൽ ബച്ചാവോ, മറ്റുള്ള ഇടത്തൊക്കെ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കേരളത്തിൽ കരുവന്നൂരിൽ ED അറസ്റ്റ് ഉണ്ടാവുമെന്ന് ചില കോൺഗ്രസ് നേതാക്കൾ സഹർഷം കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു. അവർക്ക് രഹസ്യ വിവരം കിട്ടിയിട്ടുണ്ട്. ED അങ്ങ് ഇറങ്ങാണ്, കൈയടിക്കുകയാണ്. താങ്കളുടെ ജില്ലയാണല്ലോ തൃശ്ശൂർ. മുഖ്യമന്ത്രിയുടെ മകളെ ED പിടിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം, കേരളത്തിലെ പ്രശ്നം. പിന്നെ ഓരോ സ്ഥലത്ത് ഓരോ തരത്തിലാണ്. കേന്ദ്ര ഏജൻസികൾ ഞങ്ങൾക്ക് കൊള്ളാവുന്ന ഇടത്തൊക്കെ, ഞങ്ങൾക്ക് പറ്റുന്ന ഇടത്തൊക്കെ ആ നിലയ്ക്ക് പിടിച്ചോട്ടെ, ഇടിച്ചോട്ടെ എന്നുള്ള നില സ്വീകരിക്കുന്നു. അതേസമയം തന്നെ ഞങ്ങളുടെ നേരെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ അക്കൗണ്ട് മരവിപ്പിച്ചു, ഞങ്ങളുടെ നേതാക്കളെ പിടിച്ചു. ഇത് ഈ നിലയിൽ പ്രതിപക്ഷം, അതിപ്പോൾ ഞാൻ കോൺഗ്രസിനെ കുറിച്ച് മാത്രം പറയുന്നതല്ല, അവരവരുടെ സ്വന്തം കാര്യം വരുമ്പോൾ മാത്രം വേദനയും അല്ലാത്തപ്പോൾ കയ്യടിയും എന്ന സമീപനം സ്വീകരിച്ച് BJPയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക, അതല്ലെങ്കിൽ BJP അധികാരത്തിൽ നിന്ന് പുറത്തു നിർത്തുക, പ്രതിപക്ഷങ്ങൾ ഏകോപിപ്പിക്കപ്പെടുക എന്നൊക്കെയുള്ളത് വെറും മലർപ്പൊടിക്കാരന്റെ സ്വപ്നമല്ലേ? അങ്ങനെയൊന്നുമല്ല അഭിലാഷേ. ഇതിനകത്ത് കോൺഗ്രസിന് വളരെ വ്യക്തമായ നിലപാടുണ്ട്. അഴിമതിക്കെതിരെ കോൺഗ്രസിന് നിലപാടുണ്ട്. അതിനകത്ത് കേസിൻ്റെ കാര്യത്തിൽ സുതാര്യമായി മുന്നോട്ട് പോകണമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവിടെ ആദരണീയനായ അനിൽകുമാർ, അദ്ദേഹത്തിന് സ്ഥലജല വിഭ്രാന്തി ബാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഇവിടെ സംഘപരിവാർ ജനാധിപത്യത്തെ എങ്ങനെ അട്ടിമറിക്കുന്നു എന്നുള്ള ചർച്ചയിൽ അദ്ദേഹത്തിൻ്റെ വാദമുഖങ്ങളിൽ ഭൂരിഭാഗവും കോൺഗ്രസിനെതിരെയാണ്. ഒരു വലിയ കോൺഗ്രസ് വിരുദ്ധ പ്രസംഗമാണ്. നിങ്ങൾക്ക് അദ്ദേഹം സംസാരിച്ച് പരിശോധിക്കാം. സംഘപരിവാറിനെതിരെ ആമുഖമായി എന്തോ പറഞ്ഞതിന് ശേഷം അദ്ദേഹം കോൺഗ്രസിനെ ആക്രമിക്കാനാണ് അദ്ദേഹത്തിൻ്റെ സമയത്തിൻ്റെ ഭൂരിഭാഗവും വിനിയോഗിച്ചത്. ഇനി എനിക്ക് CPM പ്രതിനിധിക്ക് ഇത്തരമൊരു ചർച്ചയിൽ മറുപടി പറയേണ്ടി വരിക എന്ന് പറയുന്നത് ദൗർഭാഗ്യകരമാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് മറുപടി പറഞ്ഞേ മുന്നോട്ട് പോകാൻ കഴിയൂ. അദ്ദേഹം പറയുന്നത് CPMനെ ഒന്നും ഇവിടുത്തെ സംഘപരിവാർ പേടിക്കുന്നില്ല. ഇവരെ സംബന്ധിച്ച് ആം ആദ്മി പാർട്ടിക്കെതിരെ ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകാൻ കാരണം എന്താ? ആം ആദ്മി പാർട്ടി ഇപ്പോഴുണ്ടായ ഒരു രാഷ്ട്രീയ പ്രതിഭാസം അല്ലല്ലോ. ആം ആദ്മി പാർട്ടിയോട് സംഘപരിവാർ എടുത്തൊരു രാഷ്ട്രീയ സമീപനം മുൻകാലങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഉൽപ്പത്തി എന്ന് പറയുന്നത് അന്നാ ഹസാരയുടെ അഴിമതി വിരുദ്ധ സമരം എന്ന് പറയുന്നത് കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് ഇറക്കാനായിരുന്നു. അന്ന് രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും സുപ്രധാനമായ, രാജ്യത്തിൻ്റെ ഘടനയെ തന്നെ അട്ടിമറിച്ച പല ഭരണ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന തൊഴിലുറപ്പ് പദ്ധതി പോലെ, റൈറ്റ് ടു ഇൻഫർമേഷൻ അടക്കമുള്ള നിരവധിയായ രാജ്യത്തിൻ്റെ ഘടനയെ മാറ്റിമറിച്ചൊരു സർക്കാരിനെ അഴിമതി എന്ന് പറഞ്ഞ് അതിനെ പുറകോട്ട് കൊണ്ടുവരുന്നത് അത് അന്നാ ഹസാരെ നടത്തിയ മൂവ്മെൻ്റാണ്. പലപ്പോഴും ആം ആദ്മി പാർട്ടിക്കെതിരെ ഇവർ സ്വീകരിച്ചൊരു സമീപനം എന്ന് പറയുന്നത് എല്ലാ കാലത്തും എതിരായിരുന്നില്ല. പക്ഷേ അതിനൊരു കാരണമുണ്ട്. ഇപ്പോഴത്തെ ഒരു പ്ലോട്ടുണ്ട്, ഒരു പൊളിറ്റിക്കൽ പ്ലോട്ടുണ്ട്. അത് ആം ആദ്മി പാർട്ടി അതിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി കോൺഗ്രസുമായി സഖ്യത്തിൽ ഏർപ്പെടുന്നു എന്നുള്ളതാണ്. സഖ്യ ചർച്ചകൾ സംസ്ഥാനത്തിന് പുറത്ത് വ്യാപിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ CPMനെ സംബന്ധിച്ച് BJP ആഗ്രഹിക്കുന്നത് എന്താ? കേരളത്തിലടക്കം കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുകയും CPM പോലൊരു പാർട്ടിയെ എത്ര സീറ്റ് നേടി ബാധിക്കുന്നതല്ല. ഇന്ന് ഇതേ ദിവസം നമ്മൾ ചർച്ചയ്ക്കിരിക്കുമ്പോൾ കാസർഗോഡ് റിയാസ് മൗലവിയെ കൊന്ന കേസിൽ RSSകാരെ മുഴുവൻ കുറ്റവിമുക്തനാക്കുകയാണ് കോടതി. പ്രോസിക്യൂഷൻ്റെ പരാജയമാണ്, സംസ്ഥാനത്തെ പോലീസിങ്ങിൻ്റെ പരാജയമാണ്. അവിടെ സാധാരണ ഒരു ക്രിമിനൽ നടപടിക്രമങ്ങളിൽ ഗൂഢാലോചനയെക്കുറിച്ച് പറയും, ഗൂഢാലോചനയെക്കുറിച്ച് പറയുന്നില്ല. അതുപോലെ UAPA ചുമത്തരുതെന്ന് പ്രോസിക്യൂഷൻ തന്നെ ആവശ്യപ്പെടുകയാണ്. സംസ്ഥാനത്ത് BJP നേതാക്കൾക്കെതിരെ RSS നടത്തിയ അതിക്രമങ്ങളുടെ കാര്യത്തിൽ സംസ്ഥാനം സ്വീകരിച്ചൊരു നിലപാടുണ്ട്. കൊടകര കുഴൽപ്പണ കേസിൽ K. സുരേന്ദ്രന് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. അപ്പോൾ സംഘപരിവാറിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് BJPക്കെതിരെ നിലപാടെടുക്കാം, അവർക്ക് പ്രശ്നമല്ല. പിണറായി വിജയൻ BJPക്കെതിരെ സംഘപരിവാർ വിരുദ്ധ പ്രസംഗം നടത്താം, അതിലും അവർക്ക് പ്രശ്നമില്ല. പക്ഷേ അത് പ്രവൃത്തിയിലാകരുത്, പ്രസംഗത്തിൽ മാത്രമായിരിക്കണം. BJPക്ക് ഒരു കാര്യം അറിയാം. ഇന്നത്തെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ BJPയെ പ്രതിരോധിക്കാൻ കഴിയുന്ന സംവിധാനം എന്ന് പറയുന്നത് കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിയാണ്. ആം ആദ്മി പാർട്ടിക്കെതിരെ അവർ തിരിയുന്നതും ഈ പറയുന്ന CPMനെതിരെ ഇപ്പോഴും ED പിണറായി വിജയനെതിരെ തിരിയുമെന്ന് പറയുമ്പോഴും നമ്മൾ ഇത്ര നാളുണ്ടായിട്ട്, ഇതിനും വലിയ തെളിവുകൾ ഉണ്ടായിട്ട് എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? കാരണം ഇവർക്ക് CBIയെ സംബന്ധിച്ച് ഓങ്ങുക മാത്രമാണ് ലക്ഷ്യം, അടിക്കൽ അവരുടെ അജണ്ടയിലില്ല. കാരണം CPMനെ പേടിപ്പിച്ച് നിർത്തിക്കൊണ്ട് ചില സീറ്റുകളിലടക്കം സംഘപരിവാറിന് BJPന് അതിൻ്റെ അജണ്ടകൾ സാധിച്ചെടുക്കണം. അതല്ലാതെ ഇവർ പറയുന്നത് പോലെ സംഘപരിവാർ ഞങ്ങളെ വേട്ടയാടുകയാണെന്നൊക്കെ പറയുന്നത്, ഇവിടെ DK ശിവകുമാർ ജയിലിൽ കിടന്നില്ലേ?
കോൺഗ്രസിന്റെ എത്ര നേതാക്കൾക്കെതിരെ അത്തരം ആക്രമണങ്ങൾ BJPയുടെ ഭാഗത്തുണ്ടായി? CPMന്റെ നേതാവിന്റെ പ്രാദേശിക നേതാവിന്റെ ഒരു രോമത്തിന് പോലും ഒന്നും പറ്റിയിട്ടില്ല. ഇതിന് വലിയ വില കൊടുക്കേണ്ടി വന്നത് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കാണ്. കോൺഗ്രസിന്റെ സംസ്ഥാനങ്ങളിലെ പ്രബലരായ നേതാക്കന്മാർ തൊട്ട് രാഹുൽ ഗാന്ധിയെ വരെ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്യാൻ സംഘപരിവാർ പരിശ്രമിക്കുമ്പോൾ ഇവിടെ നേരത്തെ ഇദ്ദേഹം പറഞ്ഞത് എന്താ? പ്രേമചന്ദ്രൻ നിർമ്മല സീതാരാമനെ കുറിച്ച് പറഞ്ഞു. വ്യക്തിപരമായി എന്തെങ്കിലും പുകഴ്ത്തിയിട്ടുണ്ടാകാം. ഇവിടെ MP രാജേഷ് അനുരാഗ് ഠാക്കൂർ എന്ന് പറയുന്ന കലാപത്തിന് നേതൃത്വം കൊടുത്ത നേതാവിനെ കുറിച്ച് എന്താ പറഞ്ഞത്? നിതിൻ ഗഡ്കരിയും പിണറായി വിജയനും കമിതാക്കളെ പോലെ പരസ്പരം പുകഴ്ത്തിയത് കേരളം കണ്ടതാ. അപ്പൊ നിങ്ങളങ്ങനെ ഒറ്റയ്ക്ക് ചില സംഭവങ്ങൾ എടുത്ത് അതിനെ ഹൈലൈറ്റ് ചെയ്ത് എന്തോ സംഭവിക്കുന്നു പറയല്ലേ? അങ്ങനെ പറയരുത്, നിങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത്. CPM നേതാക്കന്മാർ BJPക്കാരെ പ്രശംസിച്ചതിന്റെ മുഴുവൻ വീഡിയോ ക്ലിപ്പിംഗ്സ് ലഭ്യമാണ്. P. പരമേശ്വരൻ എന്ന് പറയുന്ന RSSന്റെ സൈദ്ധാന്തികൻ അന്തരിച്ചപ്പോൾ അദ്ദേഹം റഷിദുല്ലിനാണെന്ന് പറഞ്ഞതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഓരോ ഘട്ടത്തിലും നരേന്ദ്രമോദിയെക്കുറിച്ച് അദ്ദേഹം വലിയ ഒറേറ്ററാണെന്ന് പറഞ്ഞത് സ്പീക്കർ ഷംസീറ. സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ടാ ഇന്ത്യയിലെ BJP നേതാക്കന്മാരെ ഏതൊക്കെ സന്ദർഭത്തിൽ എങ്ങനെയൊക്കെ പ്രശംസിച്ചു എന്നതിന്റെ നിരവധി കാര്യങ്ങളോട് പറയാനുണ്ട്. അപ്പൊ പ്രേമചന്ദ്രൻ അത് പറഞ്ഞു, വേറൊരാൾ ഇത് പറഞ്ഞു എന്നും പറഞ്ഞു വരണ്ട. നിതിൻ ഗഡ്കരിയും പിണറായി വിജയൻ തമ്മിലുള്ള ബന്ധം, ഇവർ തമ്മിലുള്ള അന്തർധാര, പല ഘട്ടങ്ങളിലും ഇത് പ്രവർത്തിച്ച രീതി, അമിത്ഷായെ കണ്ണൂർ വിമാനത്താവളം തുറക്കുന്നതിന് മുമ്പ് അമിത്ഷായ്ക്ക് വേണ്ടി, അന്ന് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയല്ല, BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്ന അമിത്ഷായ്ക്ക് വേണ്ടി തുറക്കാത്ത വിമാനത്താവളം തുറന്നു കൊടുത്ത ആളാ. തുറക്കാത്ത വാതിലും തുറക്കും എന്ന് പറയുന്നത് പോലെ അമിത്ഷാ വന്നാൽ പിണറായി വിജയന്റെ ഏത് വാതിലും തുറക്കും. ശരി, ഓക്കെ. നരേന്ദ്രമോദി വന്നാൽ എത്ര വലിയ ജ്യോതി ബസുവിന്റെ പരിപാടി മാറ്റിവെക്കും. നിങ്ങളാണ് RSSന്റെ ആളുകൾ എന്ന് പറയുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതുവരെയുള്ള എല്ലാ ദിവസവും കേട്ടത്. ഇനി അങ്ങോട്ടുള്ള വളരെ വ്യക്തമല്ലേ വിചാരിക്കാം. സ്വാഭാവികമായും കേരളത്തിലെ ജനങ്ങളുടെ വിധി എന്നല്ലാണ്ട് ഇപ്പൊ എന്ത് പറയാനാണ്.